മാഗ്നറ്റോസ്റ്റാറ്റിക്സ് എന്താണെന്നുള്ളത് നോക്കാം നമുക്ക് ഈ വീഡിയോയിൽ. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ പഠിച്ച കാര്യങ്ങളൊക്കെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ വരുന്നതായിരുന്നു. അപ്പോൾ എന്തായിരുന്നു ഇലക്ട്രോസ്റ്റാറ്റിക്സ്? ചാർജസ് ആർ അറ്റ് റെസ്റ്റ്. അപ്പം ചാർജുകൾ റെസ്റ്റിലായിരിക്കും. ഏത് കേസിൽ? ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ചാർജുകൾ റെസ്റ്റിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കേൾ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് 0 എന്ന് പറയാം. എന്താണ് ഈ കേൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കേൾ എന്ന് പറയുന്നത് ഈ ചുഴി അതാണ് ഈ കേൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇലക്ട്രിക് ഫീൽഡ് മൂവ്മെന്റ് ഒന്നും അല്ലെങ്കിൽ ചാർജിന് മൂവ്മെന്റ് ഒന്നും ഇല്ല എങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡിന് യാതൊരുവിധ മാറ്റവും വരത്തില്ല. ദെർഫോർ മോഷൻലെസ് ഇലക്ട്രിക് ഫീൽഡാണ് അതെന്നുള്ളത് കാണിക്കുന്നതാണ് ഈ ഒരു കാര്യം. അപ്പോൾ ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു 0 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പം ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ കേൾ 0 ആണെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതൊരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിലാണെന്നുള്ള കാര്യമാണ്. ഇനി അടുത്തത് മാഗ്നറ്റോസ്റ്റാറ്റിക്സ് എന്താണെന്നുള്ളത് നോക്കാം. ദർ ഇസ് എ സ്റ്റഡി കറന്റ്, ഇറ്റ് ഡസൻ വേരി വിത്ത് ടൈം. അതായത് നമുക്കറിയാം ഒരു വയറുണ്ട്, ആ വയറിന് ചുറ്റുമാണ് എന്തുണ്ടാവുക? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നതെന്ന് അറിയാം അല്ലേ? അപ്പം ചുമ്മാ ഒരു വയറിന് ചുറ്റും ഉണ്ടാകത്തില്ല, ഒരു കറന്റ് ക്യാരിങ് വയർ, ആ വയറിലൂടെ ഐ എന്ന കറന്റ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അതിലെന്തുണ്ടാവത്തുള്ളൂ? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആ വയറിനെ സംബന്ധിച്ച് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഒരു സ്റ്റഡി കറന്റാണ് ആ ഒരു വയറിലൂടെ സഞ്ചരിക്കുന്നതെങ്കിൽ അവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഒരു സ്റ്റാറ്റിക് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. അതായത് വേരി ചെയ്യത്തില്ല. മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കും. അങ്ങനെ അതിനെയാണ് നമ്മൾ മാഗ്നറ്റോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ഇനി ഇപ്പൊ കറന്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞുവല്ലോ. അപ്പൊ കറന്റ് രണ്ട് രീതിയിൽ, അതായത് ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് ആണല്ലോ കറന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ രണ്ട് രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. എങ്ങനെയൊക്കെ പറയാം? ഒന്ന് വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കുന്ന ഒരു കേസും മറ്റൊന്ന് വെലോസിറ്റി നോട്ട് ഈക്വൽ ടു കോൺസ്റ്റന്റ്. അപ്പം ഒന്ന് യൂണിഫോം വെലോസിറ്റി, മറ്റേത് നോൺ യൂണിഫോം വെലോസിറ്റി എന്ന് പറയാം. അപ്പം ഒന്നാമത്തെ കേസിൽ അത് യൂണിഫോം മോഷൻ ആണ് അല്ലേ? യൂണിഫോം മോഷൻ. ഇനി രണ്ടാമത്തെ കേസിലോ അത് ആക്സിലറേറ്റഡ് മോഷൻ ആണ്. അപ്പം വെലോസിറ്റി യൂണിഫോം അല്ലെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ ആക്സിലറേഷൻ എന്തെന്നുള്ളതാണ്. ദെർഫോർ അത് ആക്സിലറേറ്റഡ് മോഷൻ ആണ്. പിന്നെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കുന്ന കേസിൽ ഡിപ്പെൻസ് ഓൺ സ്പേസ് ഓൺലി. സ്പേസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. കാരണം ടൈമിനെ അത് ആശ്രയിക്കുന്നില്ല. സമയത്തിനനുസരിച്ചിട്ട് വെലോസിറ്റി മാറുന്നില്ലല്ലോ. അത് കാരണം വെലോസിറ്റി എന്നുള്ളത് ടൈമിനെ ആശ്രയിക്കുന്ന ഒരു കാര്യം അല്ല. പിന്നെ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ഈച്ച് അതർ. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡിനും മ്യൂച്വൽ ഡിപ്പെൻഡൻസ് ഒന്നും ഇല്ല. ഇനി ഈ രണ്ടാമത്തെ കേസ് എടുത്താൽ ഇവിടെ ഡിപ്പെൻസ് ഓൺ സ്പേസ് ആൻഡ് ടൈം. അപ്പം വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ആ ഒരു മോഷൻ ഓഫ് ചാർജ് എന്തിനെ ആശ്രയിച്ചിരിക്കും? സ്പേസിനെയും ടൈമിനെയും ആശ്രയിച്ചിരിക്കും. കാരണം സമയം മാറുന്നതിനനുസരിച്ചിട്ട് വെലോസിറ്റി മാറുന്നുണ്ടല്ലോ, അത് കാരണം. ഇനി ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആർ ഡിപ്പെൻഡന്റ് ഓഫ് ഈച്ച് അതർ. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി ഡിപ്പെൻഡന്റ് ആണ്. ഏത് കേസിൽ? വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ലാത്ത കേസിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മാഗ്നറ്റോസ്റ്റാറ്റിക്സിലെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇനി നമ്മൾ പ്രധാനമായിട്ടും ഇതിന്റെ നമ്മൾ മാഗ്നറ്റോസ്റ്റാറ്റിക്സ് പഠിച്ചു വരുമ്പോൾ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലോട്ട് വരാം. അപ്പം ഒന്നാമത്തേത് അതിൽ ബേസിക് ആയിട്ട് വരുന്നൊരു കാര്യം ബയോട്ട് സവാർട്ട് ലോ ആണ്. ഓക്കെ, ബയോട്ട് സവാർട്ട് ലോ. ശരി, ബയോട്ട് സവാർട്ട് ലോ പറയുന്നത് ഇതിപ്പം ഇവിടെ ഒരു ചരിഞ്ഞൊരു വയറുണ്ടെന്നിരിക്കട്ടെ. ചരിഞ്ഞൊരു വയർ ഇങ്ങനെ പോവാണ്. അപ്പോൾ ഇതിൽ നിന്നും 6 ഡിസ്റ്റൻസ് അകലെ, 6 ദൂരം അകലെ, മോളാർ ദൂരം അകലെ എന്തുണ്ട്? ഒരു പോയിന്റ് ഉണ്ട്, പി എന്ന പോയിന്റ് ആണ്. അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ഈ ഒരു ചെറിയൊരു എലമെന്റ് ഇവിടെ ഉണ്ടെന്നിരിക്കട്ടെ, വയറിന്റെ ചെറിയൊരു എലമെന്റ്, ആ എലമെന്റിന്റെ ലെന്ത് ഡി എൽ ആണെന്നിരിക്കട്ടെ. അപ്പൊ ഡി എൽ എന്ന എലമെന്റ് കാരണം ഈ പോയിന്റിൽ പി എന്ന പോയിന്റിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇ ബി ആണെന്നിരിക്കട്ടെ. അപ്പൊ ഈ വയറിലൂടെ എന്ത് കടന്നു പോകുന്നുണ്ട്? കറന്റ് കടന്നു പോകുന്നുണ്ട്. അത് ഐ ആണ്. ഓക്കെ, ഐ ആണ് കറന്റ്. അപ്പോൾ ഇങ്ങനെ ഐ എന്ന കറന്റ് കടന്നു പോകുന്ന ആ ഒരു വയറിന്റെ ചെറിയൊരു ലൈൻ സെഗ്മെന്റ്, ലെങ്ത് എലമെന്റ് ആണ് ഡി എൽ എന്നിരിക്കട്ടെ. അതിൽ നിന്നും സ്മോളാർ ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റ് ആണ് ഡി. അവിടെ ഉണ്ടാകുന്ന ഈ ചെറിയ ലൈൻ സെഗ്മെന്റ് മൂലം അതിലൂടെ പോകുന്ന കറന്റ് മൂലം പി എന്ന പോയിന്റിൽ, അകലത്തിലുള്ള പി എന്ന പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡി ബി ആണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ എക്സ്പ്രഷനുള്ള ഇക്വേഷൻ ആണ് സെയിം തന്നെ, എക്സ്പ്രഷൻ ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. വേറൊരു കാര്യം, ഈ ലൈൻ സെഗ്മെന്റും അതേപോലെ ആ ഒരു ലൈനും, അതായത് ഈ വയറിന്റെ ഡയറക്ഷനും അതേപോലെ ഈ പി എന്ന പോയിന്റും അതേപോലെ ആ ഒരു
ഡി എല്ലു ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയും ആണെന്നിരിക്കട്ടെ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്കൊരു ലോ കൺസ്ട്രക്ട് ചെയ്യാം. അപ്പോൾ ഇത് പ്രകാരം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ ടൈംസ് ഡി എൽ. ഇതേപോലെ ഡി ബി ഈസ് പ്രൊപ്പോർഷണൽ ടു സൈൻ ഓഫ് ദാറ്റ് തീറ്റ. ഇതേപോലെ ഡി ബി ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r² എന്ന് പറയാം. ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഡി ബി പ്രൊപ്പോർഷണൽ ടു ഐ ഡി എൽ സൈൻ തീറ്റ ബൈ r² എന്ന് എഴുതാം. അപ്പോൾ പ്രൊപ്പോർഷനാലിറ്റി സൈൻ മാറ്റുമ്പോൾ ഒരു കോൺസ്റ്റന്റ് വരും. ഡി ബി ഈസ് ഈക്വൽ ടു μ0/4π ഇൻറ്റു ഐ ഡി എൽ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ r² എന്ന് എഴുതാം. അപ്പോൾ ഇത്രയാണ്, ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മളിത് പഠിച്ചിട്ടുള്ള ഇക്വേഷൻ. അപ്പോൾ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഇതിനെ ജസ്റ്റ് അങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതിയാവും. അപ്പം അതിനുള്ള ഒരു എക്സ്പ്രഷൻ എങ്ങനെ വരും, ബി ഈസ് ഈക്വൽ ടു μ0/4π പിന്നെ ഇൻ്റഗ്രൽ ഐ ഡി എൽ, സോ ഐ ഒക്കെ വെളിയിൽ എഴുതാം, ഐ കോൺസ്റ്റന്റ് ആണല്ലോ. ഇങ്ങോട്ട് ഐ ഡി എല്ലിൽ ഇവിടെ സൈൻ തീറ്റയ്ക്ക് പകരം ഞാൻ ക്രോസ് r³ എന്ന് എഴുതുവാണ്. കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ട് എഴുതി, അത്രേ ഉള്ളൂ. ഐ എന്നുള്ളത് വേണമെങ്കിൽ വെളിയിൽ എഴുതാം, കുഴപ്പമില്ല, കോൺസ്റ്റന്റ് ആണ്. അപ്പം ഇതാണ് ബയോട്ട് സാവാർട്ട് ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഒരു മാഗ്നിറ്റ്യൂഡ് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. എന്ത് കിട്ടത്തില്ല, നമുക്ക് ബി മാത്രമേ കിട്ടത്തുള്ളൂ. അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്നുള്ളതൊന്നും ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു പ്രോബ്ലം ഇതിനുണ്ട്. അപ്പോൾ ഇനി ബയോട്ട് സാവാർട്ട് ലോ ഉപയോഗിച്ച് കൊണ്ടുള്ള ചില കാര്യങ്ങൾ, ചില പ്രോബ്ലംസ് എന്ന് ചില കേസസ് നമുക്ക് നോക്കാം, ഏതൊക്കെയാണ് കേസുകൾ എന്നുള്ളത്. ശരി, അപ്പോൾ ആദ്യത്തേതൊരു സ്ട്രൈറ്റ് വയർ എടുക്കുവാണ്. ഒരു സ്ട്രൈറ്റ് വയർ. ശരി, അപ്പോൾ ഇതൊരു സ്ട്രൈറ്റ് വയറാണ്. അപ്പം ഇതിൻ്റെ ഈ ഒരു പോയിന്റിലായിട്ട് എന്തുണ്ട്, ഒരു പോയിന്റ്, അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു വയർ തന്നിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഒരു ചെറിയൊരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുവാണ്, താഴോട്ടുള്ള ലൈൻ. ശരി, ഒരു ട്രയാങ്കിൾ ലൈൻ കൺസ്ട്രക്ട് ചെയ്യുവാണ്. അപ്പോൾ ഈ ഓൾട്ടിറ്റ്യൂഡിന്റെ ലെങ്ത് സ്മോൾ എ ആണെന്നിരിക്കട്ടെ. അതേപോലെ ഇവിടുത്തെ ആംഗിൾ θ1ഉം ഇവിടുത്തെ ആംഗിൾ θ2ഉം ആണ്. അപ്പോൾ ഇവിടെയുള്ള ബിയുടെ വാല്യൂ എത്രയാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ശരി, ഇതിന്റെ ലെന്ത് അത് നമുക്ക് തന്നിട്ട് ആർബിട്രറി നമ്മളൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുവാണല്ലോ. അപ്പം നമുക്ക് അതനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്താൽ മതി. ഇപ്പൊ നോക്കുക, നമുക്ക് എന്താണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്, ആ ബി എന്ന ആ ഒരു സ്ഥലത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണെന്നുള്ളത് വേണം കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ എന്താണ്, ഡി ബി ഈസ് ഈക്വൽ ടു μ0/4π പിന്നെ ഐ ഡി എൽ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ r². r² എന്ന് പറയുന്നത് എന്താണ്, അതായത് ഇവിടത്തെ കേസ് എടുത്തു കഴിഞ്ഞാൽ എ ആണ് ഈ ആറിന്റെ സ്ഥാനത്ത് വരിക, അല്ലേ? അപ്പോ ശരി, എങ്ങനെയാണ് ഇത് ഇവിടെ എ അല്ല, എ എന്നുള്ളത് ഞാൻ പറയാം, അതെന്താണ് എ വരത്തില്ല, സംഭവം ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ഒരു കേസിൽ ശ്രദ്ധിക്കുക, ഈ നമ്മളിപ്പോൾ എഴുതിയ ഇക്വേഷൻ എന്താണ്, ഡി ബി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഡി ബി വരുമ്പോൾ ഡി എൽ ആണ് വരുന്നത്. അതായത് ഇപ്പം ഇതാണല്ലോ നമ്മുടെ പോയിന്റ്. ശരി, ആ പോയിന്റിൽ നോക്കുക, ഈ ഒരു ചെറിയ സെക്ഷൻ മൂലമുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് പ്ലസ് അതിന് തൊട്ടപ്പുറത്തെ സെക്ഷൻ അതുകൊണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് പ്ലസ്, അതേ പ്ലസ് പ്ലസ് പ്ലസ്, അങ്ങനെ 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 ആ ചെറിയ ചെറിയ എലമെന്റുകളുടെ എല്ലാത്തിൻ്റെയും സമ്മായിരിക്കും അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ്, അല്ലേ? അപ്പോൾ നേരത്തെ ഞാൻ എടുത്തത് ഇത് ഈ എയുടെ കേസ് പറഞ്ഞപ്പോൾ അതിൽ നടുക്കുള്ള ഈ ഒരു റീജിയണിലുള്ള മാത്രമേ വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ r ഈസ് ഈക്വൽ ടു എ എന്ന് എടുക്കാത്തതിന്റെ കാരണം. ശരി, അപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മൾ നോക്കുക, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് എല്ലാ ചെറിയ 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 ഡിസ്റ്റൻസുകളെയും കൺസിഡർ ചെയ്യണം. എല്ലാം ആറാണ് ഇവിടെ. അപ്പൊ അതിലൊരു കേസ് മാത്രമാണ് എ വരുന്നത്. എ എന്നുള്ളത് ഓൾട്ടിറ്റ്യൂഡ് ആണെന്നുള്ളത്. അപ്പൊ ഇതെല്ലാം എന്ത് ചെയ്യണം, നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോ ഇതെങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി എൽ ഇവിടുത്തെ രണ്ട് വേരിയബിൾസ് ആണുള്ളത്. ഒന്ന് ഡി എല്ലും അതേപോലെ തീറ്റയും, അല്ലെ? തീറ്റ എന്നുള്ളതും മാറുന്നുണ്ട്, അല്ലെ? ഈ നീല വരകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഹൊറിസോണ്ടൽ ലൈനുമായിട്ട് ഉണ്ടാക്കുന്ന
ആംഗിള് മാറി മാറി വരുന്നുണ്ട്. അപ്പോൾ തീറ്റ എന്നുള്ളത് വേരിയബിൾ ആണ്. അതേപോലെ ഡി എൽ എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് എടുക്കാം ഇവിടെ. എങ്കിലും അതും എന്താണ് വേരി ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി ആണ് ലെങ്തും എന്നത്. അപ്പം ഇതിനെ കംപ്ലീറ്റ് തീറ്റയുടെ ടേംസിലോട്ട് ഞാൻ മാറ്റാനായിട്ട് പോകുവാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഇതിപ്പം ഈ ഡി എൽ അതേപോലെ തീറ്റയും കിടന്നു കഴിഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആവും. ഏതെങ്കിലും ഒരു വേരിയബിളിലേക്ക് ഇതിനെ മാറ്റണം. നമുക്കിപ്പോൾ ഇവിടെ കുറച്ചുകൂടി കൺവിൻസിങ് ആയിട്ട് തോന്നുന്നത് തീറ്റയുടെ വേരിയേഷൻ ആണ്. മാത്രമല്ല ജനറൽ കേസ് ആയിട്ട് പറയുമ്പോഴും തീറ്റയുടെ വേരിയേഷൻ പറയുന്നതാണ് നല്ലത്. വിത്ത് റെസ്പെക്ട് ടു ഡി എൽ എന്നുള്ളത് തീറ്റയായിട്ട് നമുക്കിനി കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഈ ഫിഗർ ഞാൻ ഒന്നുകൂടി വരയ്ക്കാം. അതായത് ഇങ്ങനെയാണല്ലോ. ഇത് തീറ്റ 1, അതേപോലെ ഇത് തീറ്റ 2. ഈ ഡിസ്റ്റൻസ് എ ആണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഡെറിവേഷന് വേണ്ടിയിട്ട് ഞാൻ ഈ രണ്ടാമത്തെ സൈഡ് എടുക്കുന്നില്ല. ഈ ആദ്യത്തെ ഒരു സൈഡ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇത് എ, ഇത് 6 ആണെന്ന് ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇവിടെ ചെറിയ 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 ലൈൻ സെഗ്മെന്റ്സ് ഉണ്ട്. എല്ലാം ഡി എൽ ആണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ടോട്ടൽ ലെന്ത് എൽ ആണെന്ന് ഇരിക്കട്ടെ. ഓക്കെ, ചുമ്മാ ഞാൻ എടുക്കുവാണ്. അതിപ്പം നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു വയറിന്റെ കംപ്ലീറ്റ് ലെങ്തും മോളിൽ നിന്ന് എഴുതേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള പോർഷൻ എല്ലാം എഴുതാം. എൻ്റെ ഇവിടുത്തെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡി എല്ലിനെ എന്ത് ചെയ്യണം, ഇത് റെസ്പെക്ട് തീറ്റ മാറ്റണം. അപ്പം ഞാനിവിടെ തീറ്റ 1 എന്ന് എഴുതുന്നില്ല. തീറ്റ 1ന് പകരം തീറ്റ എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ, അല്ലേ? ശരി, അപ്പം ശ്രദ്ധിക്കുക. ഇനി ഡെറിവേഷനിലേക്ക് ഞാൻ വരാം. ഡെറിവേഷനിൽ എന്താണ് എൻ്റെ ഉദ്ദേശം? ഡി എല്ലിനെ എനിക്ക് മാറ്റണം. ഡി എല്ലിന് പകരം വേറെ എന്തെങ്കിലും ക്വാണ്ടിറ്റി എനിക്ക് അവിടെ കൊണ്ടുവരണം. എനിക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, തീറ്റയുണ്ട്, 3 സൈഡുകളും ഉണ്ട്. അപ്പോൾ എനിക്ക് ട്രിഗ്നോമെട്രി ഉപയോഗിക്കാമല്ലോ. ട്രിഗ്നോമെട്രിയിൽ ഞാൻ ആദ്യം ഇവിടെ ഒരു സൈൻ തീറ്റ കാണാൻ പോവുക. സൈൻ തീറ്റ കാണുമ്പം എന്തായിരിക്കും വരിക? സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പർടെന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് എ ആണ്, ഹൈപ്പർടെന്യൂസ് 6 ആണ്. ശരി, അതവിടെ കിടക്കട്ടെ. ഇനി അതേപോലെ കോട്ട് തീറ്റ കാണാൻ പോവുക. കോട്ട് തീറ്റ കാണുമ്പോൾ എന്തായിരിക്കും വരിക? ടാനിന്റെ റെസിപ്രോക്കലാണല്ലോ. ടാൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ് ആണ്. അപ്പോൾ ഇത് അഡ്ജസെന്റ് ബൈ അഡ്ജസെന്റ് എൽ ബൈ ഓപ്പോസിറ്റ് എ എന്ന് വരും. അപ്പം ഇവിടെ ആദ്യത്തെ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആറിനൊരു എക്സ്പ്രഷൻ കിട്ടും. ആർ ഈസ് ഈക്വൽ ടു എ ബൈ സൈൻ തീറ്റ എന്ന് വരും. 1 ബൈ സൈൻ തീറ്റയെ കൊസേക്ക് തീറ്റ എന്ന് എഴുതാം. ഇനി രണ്ടാമത്തെ കേസ് എടുത്തു കഴിഞ്ഞാൽ എല്ലിനൊരു എക്സ്പ്രഷൻ കിട്ടും. അതെന്താണ്? എ കോട്ട് തീറ്റ എന്ന് എഴുതാം. ശരി, അപ്പോൾ എല്ലിനൊരു എക്സ്പ്രഷൻ കിട്ടി, ആറിനും ഒരു എക്സ്പ്രഷൻ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡി എല്ലിനുള്ള എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം? എ അതേപോലെ എഴുതുക. കോട്ട് തീറ്റയുടെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് കൊസീക്ക് സ്ക്വയർ തീറ്റയാണ്, അല്ലേ? അപ്പം മൈനസ് കൊസീക്ക് സ്ക്വയർ തീറ്റ എന്ന് എഴുതി. അപ്പോൾ ഡി എല്ലിന് പകരം എന്ത് എഴുതാം? മൈനസ് എ ഇൻറ്റു കൊസീക്ക് സ്ക്വയർ തീറ്റ. അപ്പം ഡി എൽ എന്നുള്ളത് തീറ്റയുടെ ടേംസിലോട്ട് മാറി. ശരി, അപ്പം ലെങ്തിനെ നമ്മൾ മാറ്റുന്നു. ഇനി ആറിനുള്ള സബ്സ്റ്റിറ്റ്യൂഷന് നമുക്കിപ്പോൾ കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഇതെല്ലാം കൂടി ബയോട്ട് സാവാർഡിലോ എൻ്റെ ഒരു എക്സ്പ്രഷനിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. എന്ത് വരും നോക്കാം. ഡി ബി ഈസ് ഈക്വൽ ടു, നമ്മൾ ചെറിയൊരു റീജിയൻ്റെ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിന് ലാസ്റ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം, അപ്പോഴേ ഈ കംപ്ലീറ്റ് വരത്തുള്ളൂ. അപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് വരുമ്പോൾ ഞാൻ പറയാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം നമ്മൾ ഈ 0 to L എന്നുള്ള ലിമിറ്റ് അല്ല അവിടെ കൊടുക്കും. ലാസ്റ്റ് ഞാൻ പറയാം അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഡി ബി ഈസ് ഈക്വൽ ടു μ0 ബൈ 4π അതേപോലെ എഴുതുന്നു. ഐ അതേപോലെ എഴുതുന്നു. ഡി എല്ലിന് പകരം വന്നത് എന്തായിരുന്നു? മൈനസ് എ കൊസീക്ക് സ്ക്വയർ തീറ്റ എന്നാണ് വന്നത്, അല്ലേ? അതേ ഇൻറ്റു ഒരു സൈൻ തീറ്റ കൂടി കിടപ്പുണ്ട്. അപ്പോൾ ആ സൈൻ തീറ്റ കൂടി എഴുതുക. സൈൻ തീറ്റ. വേറൊരു കാര്യം ഞാനിവിടെ എഴുതാൻ വിട്ടുപോയത്, ഡി എല്ലിൻ്റെ എക്സ്പ്രഷൻ ഇവിടെ എഴുതിയപ്പോൾ ഒരു ഡി തീറ്റ കൂടി ഇവിടെ വേണമായിരുന്നു. അപ്പോൾ ആ ഡി തീറ്റ കൂടി ഇവിടെ എഴുതുക. അതിനുശേഷം ഹോൾ ഡിവൈഡഡ് ബൈ, നമുക്ക് ഇനി ആർ സ്ക്വയർ ആണല്ലോ എഴുതേണ്ടത്. ആറിനുള്ള എക്സ്പ്രഷൻ എന്താ കിട്ടിയത്? ഇതാണ്. അപ്പം ആർ സ്ക്വയർ എന്ന് പറയുമ്പം എ സ്ക്വയർ ഇൻറ്റു കൊസീക്ക് സ്ക്വയർ തീറ്റ എന്ന് വരും. ഇനി ക്യാൻസൽ ചെയ്ത് കളയാം. ഇവിടുത്തെ ഒരു കൊസീക്ക് സ്ക്വയർ തീറ്റയും ഇവിടുത്തെ ഒരു കൊസീക്ക് സ്ക്വയർ തീറ്റയും ക്യാൻസൽ ആയി പോകും. ഇവിടുത്തെ ഒരു എയും എ സ്ക്വയറും പോവും. പിന്നെ ബാക്കിയുള്ളത് അങ്ങ് എഴുതി വെക്കുക. ബാക്കിയുള്ളത് എഴുതുമ്പോൾ എന്ത് വരും? പിന്നെ മൈനസ് ഉണ്ട്. മൈനസ് μ0 ഐ സൈൻ തീറ്റ ഡി തീറ്റ ഹോൾ ഡിവൈഡഡ് ബൈ 4π ഇൻറ്റു എ എന്ന് വന്നു.
ഓക്കെ, ഇനി ഇപ്പൊ ഇത് ഡി ബിക്കുള്ള എക്സ്പ്രഷൻ ആണ്. ഇപ്പൊ നോക്കിയാൽ ഇതിൽ എല്ല് പോയി, എൽ എന്നുള്ള അല്ലെങ്കിൽ ഡി എൽ എന്നുള്ള ടേം ഇപ്പോൾ ഇതിലില്ല. അപ്പം ഇനി കംപ്ലീറ്റ് തീറ്റയുടെ ടേംസിലോട്ട് മാറി. ഇനി അടുത്തത് എന്ത് ചെയ്യണം? ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പം ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ബി ഈസ് ഈക്വൽ ടു, ഞാൻ -μ0/4πa ഐ. ഓക്കെ, ഇതൊക്കെ കോൺസ്റ്റന്റ്, ഐ കോൺസ്റ്റന്റ് ആണ്, എ എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്. എ എന്നുള്ളത് ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്, ഓൾട്ടിറ്റ്യൂഡ് ആണ് ആ ട്രയാങ്കിളിന്റെ. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ ഒരു ഫിഗർ ഞാൻ ഒന്നുകൂടി വരയ്ക്കാം. ഇതായിരുന്നു. അപ്പം ബി എന്നുള്ള പോയിന്റ് ഇവിടെയാണ്. അപ്പം ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ, അതാണ് എ എന്നുള്ളത്. ശരി, അപ്പോ 4 ഇൻറ്റു, ഇനി അടുത്ത് ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പം ഇന്റഗ്രൽ ഓഫ് ആര്, ഉള്ളിൽ ആരാ വരുന്നത്? സൈൻ തീറ്റ ഇൻറ്റു ഡി തീറ്റ എന്ന് വരും. ശ്രദ്ധിക്കുക, ലിമിറ്റ് എന്ത് കൊടുക്കും ഇവിടെ? തീറ്റയാണല്ലോ ഇവിടെ ലിമിറ്റ് വന്നിരിക്കുന്നത്. അപ്പം തീറ്റയുടെ ലിമിറ്റ് എവിടെ തൊട്ട് എവിടം വരെ? θ1 തൊട്ട് θ2 വരെ ആണോ ലിമിറ്റ് കൊടുക്കുന്നത്? അല്ല, അത് തെറ്റാണ്. ഞാൻ പറഞ്ഞുതരാം അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. θ1 ടു θ2 എന്നുള്ളത് ലിമിറ്റ് വരത്തില്ല. നോക്കിക്കോ, സംഭവം ഞാൻ പറഞ്ഞുതരാം. അതായത് ആദ്യം നമ്മൾ നേരത്തെ ഈ ഒരു എക്സ്പ്രഷൻ എടുത്തത് ഇങ്ങനത്തെ ഒരു ഫിഗറിൽ നിന്നായിരുന്നല്ലോ, θ1 അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ വേറൊരു ഫിഗർ താഴെ വരയ്ക്കാം. അപ്പോൾ ശരി, നോക്കിക്കോ, ഇത് θ1 ഇങ്ങനെ കുറഞ്ഞ് 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 ഒരു വാല്യൂ എത്തും അല്ലേ? θ1 ഇപ്പം 90 ഡിഗ്രി ആയി. അപ്പോൾ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു θ1 ഈ ഒരു ആംഗിളിന്റെ ബേസിസിലാണ് നേരത്തെ എക്സ്പ്രഷൻ നമ്മൾ, അതായത് ഈ ഒരു എക്സ്പ്രഷൻ നമ്മൾ ചെയ്തത്. അപ്പോൾ ആ തീറ്റയുടെ ടേംസിൽ തന്നെ ആയിരിക്കണം അങ്ങോട്ട് പോകേണ്ടത്, ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ θ2 എന്നുള്ളത് അപ്പുറത്ത് കിടക്കുവാണ്. ശരി, എന്നിട്ട് അടുത്ത ലൈൻ സെഗ്മെന്റ് വരുന്ന ഇങ്ങനെയാണല്ലോ പോകുന്നത് അല്ലേ? ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നേരത്തെ നോക്കിക്കോ, ഞാൻ വേറെ കളർ യൂസ് ചെയ്യാം. അപ്പം ആംഗിൾ കണ്ടോ, ഇതിന്റെ ഉള്ളിൽ വരുന്ന ആംഗിൾ ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പുറത്തോട്ട് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പുറത്തെ സൈഡിലുള്ള ആംഗിൾ വേണം എടുക്കാനായിട്ട്. എന്നാൽ നേരത്തെ മുകളിലത്തെ ഫിഗർ നോക്കുവാണെങ്കിൽ ആ ആംഗിൾ ഉള്ളിലാണ് വരുന്നത് അല്ലേ, θ2 ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ തൊട്ടിപ്പുറത്തെ ആംഗിൾ കാണാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? 180 ഡിഗ്രി മൈനസ് θ2 ചെയ്താൽ എന്ത് കിട്ടും? അവിടുത്തെ കറസ്പോണ്ടിങ് തീറ്റ എന്താണെന്നുള്ളത് കിട്ടും. ഏത് തീറ്റ? ഈ തീറ്റ. ഓക്കെ, അപ്പോൾ 180ക്ക് പകരം എന്ത് എഴുതാം? π മൈനസ് θ2 എന്ന് എഴുതാം. അപ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ലിമിറ്റുകൾ എവിടെ തൊട്ട് എവിടം വരെയാണ്? തീറ്റ തൊട്ട് π മൈനസ് തീറ്റ വരെയാണ്. θ1 തൊട്ട് π മൈനസ് θ2 വരെയാണ് ലിമിറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് അതും കൂടി അങ്ങോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം എന്ത് ചെയ്യാം? ഓക്കെ, ലിമിറ്റ് θ1 തൊട്ട് π മൈനസ് θ2 ആണ് ലിമിറ്റ് വരുന്നത്. b ഈസ് ഈക്വൽ ടു -μ0I/4πa ഇൻറ്റു സൈനിൻ്റെ ഇൻ്റഗ്രൽ എന്തുവാ? മൈനസ് കോസ് തീറ്റ. അപ്പം വേർ ടു വേർ θ1 തൊട്ട് π മൈനസ് θ2 വരെയാണ് ലിമിറ്റ്. അപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഇതിൽ. അതായത് ആദ്യം -μ0I/4πa കിടക്കട്ടെ ഇവിടെ. ഇന്റഗ്രലിന്റെ ഉള്ളിൽ, അതായത് ഇങ്ങനെ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ളിൽ നെഗറ്റീവ് ആണ് കിടക്കുന്നതെങ്കിൽ സാധാരണ കൺവെൻഷനിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? അപ്പർ ലിമിറ്റ് ആദ്യം കൊടുക്കും, എന്നിട്ട് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെയാണ്. അപ്പം ഇനി ഇതിന്റെ ഉള്ളിൽ നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട പരിപാടി അപ്പർ ലിമിറ്റ് കൊടുക്കുന്നതിന് പകരം ജസ്റ്റ് ലോവർ ലിമിറ്റ് കൊടുത്ത് ചെയ്യുക, സാധാരണ ചെയ്യുന്നത് പോലെ ചെയ്യുക. അപ്പം ഞാനിവിടെ ലോവർ ലിമിറ്റ് കൊടുക്കുക, നെഗറ്റീവ് അപ്പം നമുക്ക് കളയാം. കോസ് θ1 മൈനസ് കോസ് ഓഫ് π മൈനസ് θ2 ഇങ്ങനെ എഴുതാം. അപ്പോൾ കോസ് ഓഫ് π മൈനസ് θ2 എന്നുള്ളത് എന്തായിരിക്കും വരിക? ഇതിപ്പോൾ ക്വാഡ്രന്റ് എടുക്കുവാണ്, ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്. അപ്പോൾ കോസ് ഓഫ് π മൈനസ് θ2 എന്നുള്ളത് ഈ ഒരു സ്ഥലത്തായിരിക്കും വരുന്നത്. ഇവിടെ കോസിന്റെ വാല്യൂ എന്താണ്? പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ആണ്? അപ്പം ഓൾ സിൽവർ ടീ കപ്സ് എന്നാണ്. അപ്പോൾ സൈൻ മാത്രമേ പോസിറ്റീവ് ആയിട്ടുള്ളൂ, കോസിന്റെ വാല്യൂ നെഗറ്റീവ് ആണ്. therefore -μ0I/4πa ഇൻറ്റു കോസ് θ1 മൈനസ് ഓഫ് കോസ് θ2 എന്ന് എഴുതും. ഫൈനലി എങ്ങനെ എഴുതാം? -μ0I/4πa ഇൻറ്റു കോസ് θ1 പ്ലസ് കോസ് θ2. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ കിട്ടി.
സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടി. ഒരു കാര്യം, ഇവിടെ വന്നിരിക്കുന്ന ഈ നെഗറ്റീവ് സൈൻ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ നെഗറ്റീവ് സൈൻ എടുക്കണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നെഗറ്റീവ് സൈൻ ഇവിടെ യാതൊരുവിധ ഫിസിക്കൽ മീനിങ്ങും തരുന്നില്ല. നമ്മളിപ്പോൾ ഈ കണക്ക് ചെയ്തു വന്നപ്പോൾ വന്നിട്ട് നെഗറ്റീവ് സൈൻ എന്നുള്ളതല്ലാതെ ഈ ബയോട്ട് സാവാർട്ട് ലോ വെച്ചിട്ട് ഡയറക്ഷൻ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു. ഇത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനെ പറ്റിയിട്ട് യാതൊരുവിധ ഇൻഫർമേഷനും തരുന്നില്ല. ദെർഫോർ അത് നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. അപ്പോൾ ഫൈനലി ബി ഈസ് ഈക്വൽ ടു എന്തെഴുതാം? μ0I/4πa ഇൻറ്റു cos θ1 പ്ലസ് cos θ2 എന്ന് എഴുതാം. ഇതാണ് എക്സ്പ്രഷൻ. ഓക്കെ, അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടെങ്കിൽ, ഒരു സ്ട്രെയിറ്റ് വയർ ഉണ്ടെങ്കിൽ, നേരത്തെ ഞാൻ ഈ വരച്ച ആ ഫിഗറിൽ നോക്കുവാണെങ്കിൽ അങ്ങനെ ഒരു സിസ്റ്റമാണ് തരുന്നതെങ്കിൽ അവിടെയുള്ള θ1ഉം θ2യും തന്നു കഴിഞ്ഞാൽ ഈ രീതിയിൽ അതിൽ നിന്നും എത്ര അകലത്തിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കും. ഇനി ചിലപ്പം പ്രോബ്ലത്തിൽ ഈ പറഞ്ഞ രീതിയിലായിരിക്കത്തില്ല തരുന്നത്. അതായത് പറഞ്ഞുതരാം. ആംഗിൾ വരുന്നത്, ഇതിപ്പം നേരത്തെ ഫിഗർ ഒന്നുകൂടി ഞാൻ വരയ്ക്കുവാണ്. ശരി, ഇങ്ങനെ ആയിരുന്നല്ലോ. ശരി, അപ്പോൾ നേരത്തെ നമുക്ക് തന്നിരുന്ന ആംഗിൾ ഇവിടെയും ഇവിടെയും ആയിരുന്നു അല്ലേ? അപ്പോൾ ഇനി അതിന് പകരം ഇവിടെയും ഇവിടെയും തരാം. അപ്പോൾ ഇത് ആൽഫ, ഇത് ബീറ്റ ആണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഇങ്ങനെയാണ് തരുന്നതെങ്കിൽ ആൽഫയ്ക്ക് ആൽഫ ഈസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ആൽഫ ഈസ് ഈക്വൽ ടു 90 മൈനസ് ഇത് θ1, ഇത് θ2. 90 മൈനസ് θ1 എന്ന് എഴുതാം. അപ്പം എങ്ങനെയാണ് ഈ 90 മൈനസ് θ1 വന്നത്? ആൽഫ ഈസ് ഈക്വൽ ടു 180ൽ നിന്നും 90 പ്ലസ് θ1 കുറയ്ക്കുമ്പോഴാണ് ആൽഫ കിട്ടുന്നത്. 180 മൈനസ് 90 മൈനസ് θ1 ഈസ് ഈക്വൽ ടു 90 മൈനസ് θ1. അങ്ങനെയാണ് ഇത് വന്നത്. അതേപോലെ ബീറ്റ ഈസ് ഈക്വൽ ടു 90 മൈനസ് θ2 എന്ന് എഴുതാം. സോ ഇത് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ച ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ബി ഈസ് ഈക്വൽ ടു μ0I/4πa ഇൻറ്റു കോസ് ഓഫ് 90 മൈനസ് θ1 പ്ലസ് കോസ് ഓഫ് 90 മൈനസ് θ1 എന്നല്ല, θ1 ആണല്ലോ വന്നേക്കുന്നത്. therefore എങ്ങനെയാ വരിക? അത് കോസ് ഓഫ് θ1 ആണ് എഴുതേണ്ടത്. therefore 90 മൈനസ് ആൽഫ പ്ലസ് കോസ് ഓഫ് 90 മൈനസ് ബീറ്റ എന്ന് വരും. അപ്പോൾ കോസ് ഓഫ് 90 മൈനസ് സംതിങ് എന്നുള്ളത്, ഇതിപ്പം നേരത്തെ പറഞ്ഞ പോലെ ക്വാഡ്രന്റ് ആണ് വരയ്ക്കുന്നതെങ്കിൽ ഇവിടെ എല്ലാ ട്രിഗ്നോമെട്രിക് റേഷ്യോസും പോസിറ്റീവ് ആണ്. ഇത് π/2 ആണ്, 90 ആണ്. therefore b ഈസ് ഈക്വൽ ടു μ0I/4πa ഇൻറ്റു ഇത് സൈൻ ആൽഫ പ്ലസ് സൈൻ ബീറ്റ എന്ന് വരും. അപ്പോൾ രണ്ട് എക്സ്പ്രഷൻസ് നമുക്ക് കിട്ടി. ബി ഈസ് ഈക്വൽ ടു μ0I/4πa ഇൻറ്റു കോസ് θ1 പ്ലസ് കോസ് θ2യും ബി ഈസ് ഈക്വൽ ടു μ0I/4πa ഇൻറ്റു സൈൻ ആൽഫ പ്ലസ് സൈൻ ബീറ്റ. ഇങ്ങനെയുള്ള രണ്ട് ഇക്വേഷൻസ് ഇപ്പം നമുക്ക് ഈ സെയിം കേസിന് കിട്ടി. അപ്പം ആംഗിൾ തരുന്നത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ചൂസ് ചെയ്ത് ചെയ്യണം. ശരി, അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു ഇൻഫൈനൈറ്റ്ലി ലെങ്ത് ഉള്ള ഒരു വയറാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ കേസ് എങ്ങനെ വരും എന്നുള്ളത് കൂടി നോക്കാം. അത് എടുക്കുമ്പോൾ ഫോർ ആൻ ഇൻഫൈനൈറ്റ് വയർ, നെക്സ്റ്റ് കേസ് ഫോർ ആൻ ഇൻഫൈനൈറ്റ് വയറിന്റെ പ്രത്യേകത അതിന്റെ നീളം അനന്തമായിട്ട് കിടക്കുവാണ് അല്ലെ, ഇൻഫിനിറ്റിയിലോട്ട് പോയേക്കുവാണ്. ഓക്കെ, പോസിറ്റീവ് ഇൻഫിനിറ്റി നെഗറ്റീവ് ഇൻഫിനിറ്റി ആണെന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ അങ്ങനെ കിടക്കുവാണ് ഇതിന്റെ ലെങ്ത്. അപ്പോൾ നമ്മളിത് ഇതിന്റെ നേരത്തെ പറഞ്ഞ എ എന്ന ആ ഒരു ഹൈറ്റ് ഇതാണെങ്കിൽ നമ്മളിത് ദൂരോട്ട് ഇങ്ങനെ പോവുകയാണല്ലോ, അങ്ങ് പോയേക്കുവാണ് നമ്മൾ ആർ എന്നുള്ള ലെങ്ത് എഴുതുമ്പോൾ. അപ്പം ഈ ആംഗിൾ എന്നുള്ളത് എത്ര വരും? 90 ഡിഗ്രി ആയിരിക്കും വരിക. അതേപോലെ നേരത്തെ ഫിഗറിൽ നമ്മൾ വരച്ച ഈ θ1ഉം θ2 ഇൻഫൈനൈറ്റ് കേസ് ആകുമ്പോൾ θ1ഉം θ2ഉം അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും വരിക. ആ രണ്ട് ആംഗിളും 0 ആയിട്ട് എടുക്കുക. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക? നേരത്തെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു μ0I/4πa ഇൻറ്റു ആദ്യത്തെ ഇക്വേഷൻ എന്തായിരുന്നു? കോസ് θ1 പ്ലസ് കോസ് θ2 എന്നുള്ളതായിരുന്നു. θ1ഉം θ2യും 0 ആണ്. therefore μ0I/4πa ഇൻറ്റു കോസ് 0 പ്ലസ് കോസ് 0. കോസ് 0യുടെ വാല്യൂ 1 ആണ്. therefore 1 + 1 2.
2 ടൈംസ് മ്യൂ 0 ഐ ബൈ 4 പൈ എ എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു മ്യൂ 0 ഐ ബൈ 2 പൈ എ. ഓക്കെ, അപ്പോൾ ഇൻഫൈനൈറ്റ്ലി ലെങ്ത് ഉള്ള വയറാണെങ്കിൽ അതിൻ്റെ ഈ ലെങ്ത് എടുത്ത് കഴിയുമ്പോൾ എത്ര ആയിരിക്കും വരിക? മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ എത്ര ആയിരിക്കും വരിക? മ്യൂ 0 ഐ ബൈ 2 പൈ എ എന്നുള്ള വാല്യൂ ആണ് നമുക്ക് കിട്ടുക. ശരി, ഇനി അതേപോലെ സൈനിന്റെ ഇട്ട് ചെയ്താൽ നമുക്ക് സിമിലർ എക്സ്പ്രഷൻ തന്നെയാണ് വരുന്നത്. ചെയ്ത് നോക്കാം നമുക്ക്. അപ്പം ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 ടൈംസ് ഐ ബൈ 4 പൈ എ ഇൻറ്റു സൈൻ ആൽഫ പ്ലസ് സൈൻ ബീറ്റ. ഈ ഒരു കേസിൽ ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂ 90 ഡിഗ്രി ആണ്. ദർഫോർ മ്യൂ 0 ഐ ബൈ 4 പൈ എ ഇൻറ്റു സൈൻ 90 പ്ലസ് വീണ്ടും സൈൻ 90. സൈൻ 90യുടെ വാല്യൂ 1 ആണ്. 1 പ്ലസ് 1 2. Therefore 2 times mu 0 I by 4 pi a which is equal to mu 0 I by 2 pi a. നോക്കുക, രണ്ട് ഇക്വേഷൻസും സെയിം ആണ്. അപ്പോൾ ഒരു ഇൻഫൈനൈറ്റ്ലി ലെങ്ത് ഉള്ളൊരു വയറാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ ഇങ്ങനെ ആയിരിക്കും വരിക. ചിലപ്പം നമുക്ക് എക്സാമിന് എക്സ്പ്രഷൻ മാത്രമായിട്ട് അങ്ങ് ചോദിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഈ എക്സ്പ്രഷൻസ് എല്ലാ കേസും അങ്ങോട്ട് പറഞ്ഞു തരുന്നത്. എക്സ്പ്രഷൻസ് കാണാതെ പഠിച്ചു വെച്ചാൽ തന്നെ ചിലപ്പോൾ നമുക്കത് ഉപകാരപ്പെടും എക്സാമിന്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഈ ഒരു കേസ് എന്നുള്ളത് നോക്കുക, ഇൻഫൈനൈറ്റ്ലി ലെങ്ത് ഉള്ള വയറായിരുന്നുവെങ്കിൽ കൂടിയിട്ടും രണ്ട് സൈഡും പോസിറ്റീവ് ഇൻഫിനിറ്റി നെഗറ്റീവ് ഇൻഫിനിറ്റി നമ്മളിവിടെ കൺസിഡർ ചെയ്തു. ഇനി ഒരു സൈഡ് മാത്രമേ ഉള്ളൂവെങ്കിലുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. അതായത് നെഗറ്റീവ് ഇൻഫിനിറ്റിയിലെ പോസിറ്റീവ് ഇൻഫിനിറ്റി മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ പോസിറ്റീവ് ഇൻഫിനിറ്റിയിലെ നെഗറ്റീവ് ഇൻഫിനിറ്റി മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു കേസ്, അതായത് അറ്റ് വൺ എൻഡ് എന്നുള്ളൊരു കേസ് നമുക്ക് നോക്കാം. ഏതെങ്കിലും ഒരു എൻഡ് മാത്രമേ ഉള്ളൂ. അതായത് ഒരു വയറുണ്ട്, ഒരു ഇൻഫൈനൈറ്റ്ലി ലെങ്ത് ഉള്ളൊരു വയറുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും അറ്റത്തുള്ള പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് കാണേണ്ടത്. അപ്പോൾ ഇതിൻ്റെ നമ്മളിങ്ങനെ വരച്ച് പോകുവാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഇത് എത്ര വരും? 90 ഡിഗ്രി ആയിരിക്കും വരിക. അപ്പം നേരത്തെ കിട്ടിയ മാഗ്നറ്റിക് ഫീൽഡിന്റെ പകുതി ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പം തൊട്ടിപ്പുറത്തെ ഈ ഒരു സൈഡിലുള്ള എടുക്കുവാണെങ്കിൽ അവിടുത്തെ വാല്യൂ എത്രയായിരിക്കും വരിക? 0 ആയിരിക്കും ആംഗിൾ നമ്മൾക്ക് കിട്ടുക. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്, അല്ലെങ്കിൽ നേരത്തെ ഈ മുകളിൽ കിട്ടിയ എക്സ്പ്രഷന്റെ പകുതി ആയിരിക്കും ഈ കേസിൽ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ബി ഈക്വൽ ടു മ്യൂ 0 ഐ ബൈ 4 പൈ എ ആയിരിക്കും വരിക. നമുക്കത് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ബി ഈക്വൽ ടു ഇവിടുത്തെ ആദ്യം ഞാൻ ബീറ്റയുടെ കാര്യം പറയാം. അപ്പം ആൽഫയുടെ വാല്യൂ 0, ബീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ബി ഈക്വൽ ടു മ്യൂ 0 ഐ ബൈ 4 പൈ എ ഇൻറ്റു ആൽഫയുടെ വാല്യൂ 0 എടുക്കാൻ കാരണം അപ്പുറത്തോട്ടൊന്നും ഇല്ല, ആംഗിൾ ഇല്ല, അതുകൊണ്ടാണ് ആൽഫയുടെ വാല്യൂ 0 എടുത്തത്. അതിൽ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇൻറ്റു സൈൻ 0 പ്ലസ് സൈൻ 90 എന്തായിരിക്കും വരിക? മ്യൂ 0 ഐ ബൈ 4 പൈ എ തന്നെ ആയിരിക്കും വരിക. അങ്ങനെയാണ് ഈ എക്സ്പ്രഷൻ വന്നത്. അപ്പോൾ അറ്റ് വൺ എൻഡ് ആണെങ്കിൽ മ്യൂ 0 ഐ ബൈ 4 പൈ എ, ബോത്ത് എൻഡ്സിലും ഇൻഫൈനൈറ്റ്ലി ലെങ്ത് ഉള്ളൊരു വയറാണ് എടുക്കുന്നതെങ്കിൽ മ്യൂ 0 ഐ ബൈ 2 പൈ എ, അല്ലെങ്കിൽ മ്യൂ 0 ഐ ബൈ 4 പൈ എ ഇൻറ്റു കോസ് തീറ്റ 1 പ്ലസ് കോസ് തീറ്റ 2 ഓർ സൈൻ ആൽഫ പ്ലസ് സൈൻ ബീറ്റ എന്നുള്ള കാര്യമാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ബയോട്ട് സാവാർട്ട് ലോയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള ഇത്ര എക്സ്പ്രഷൻസ് ഒന്ന് എഴുതി വെച്ചേക്കുക. ഇനി അടുത്തത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതും മറ്റു കാര്യങ്ങളും. അപ്പം ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ശരി, അപ്പം നമ്മൾ മാഗ്നറ്റോസ്റ്റാറ്റിക്സ് ആണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു വയർ ഉണ്ടെന്നിരിക്കട്ടെ. ഓക്കെ, ഒരു വയർ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും കോൺസെൻട്രിക് സർക്കുലർ ആയിട്ടായിരിക്കും ഉണ്ടാവുന്നത്. ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുന്നത്. ശരി, അപ്പം കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണെന്നിരിക്കട്ടെ, മുകളിലോട്ടാണ് കറണ്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിപ്പം സർക്കുലർ ആയിട്ട് കാണിച്ചിരിക്കുന്നത് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡാണ് ഞാൻ ഈ സർക്കുലർ ആയിട്ട് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്, അതായത് ഏത് രീതിയിലായിരിക്കും ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പം ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡ് നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ ചുരുട്ടി പിടിച്ച് വെക്കുക. അപ്പം റൈറ്റ് ഹാൻഡ് ഇതാണെങ്കിൽ എന്ത് ചെയ്യുക? വിരലുകൾ ഇങ്ങനെ ചുരുട്ടി പിടിച്ച് നമ്മൾ വെച്ച് നോക്കുക. കൈ വരച്ച കുളമായി ഇങ്ങനെ നമ്മൾ ചുരുട്ടി പിടിച്ച് വെക്കുമല്ലോ.
അപ്പം ഈ തമ്പിന്റെ ഡയറക്ഷൻ എന്തിനെ സൂചിപ്പിക്കുന്നു? കറന്റിന്റെ ഡയറക്ഷനെ സൂചിപ്പിക്കുന്നു. അപ്പം ഇവിടെ ആ വിരലുകളെ ചുരുട്ടി വെച്ചിരിക്കുന്ന രീതി നോക്കുക. ഇങ്ങനെയാണ് അല്ലേ? ഈ ഒരു ഡയറക്ഷനിലാണ് ചുരുട്ടി വെച്ചിരിക്കുന്നത്. അപ്പം മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഈ ഒരു രീതിയിലും ആയിരിക്കും എന്നുള്ളതാണ് ഈ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പറയുന്നത്. അപ്പം ഈ ഒരു ഇപ്പൊ വരച്ചിരിക്കുന്ന ഫിഗർ എടുത്താൽ, അതായത് ഈ ഒരു ഫിഗർ എടുത്തു കഴിഞ്ഞാൽ അതിൽ കറന്റിന്റെ ഡയറക്ഷൻ നോക്കുക. അപ്പം ഈ ഒരു തമ്പ് ഞാൻ അവിടെ കൊണ്ട് വെക്കുവാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും അല്ലേ? അപ്പം ഇവിടെ ഈ ഒരു രീതിയിലായിരിക്കും കറങ്ങുന്നത്. മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ്, താഴത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ക്ലോക്ക് വൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സർഫസിന്റെ കാര്യം വെച്ചിട്ട് പറയുവാണെങ്കിൽ, അതായത് ഈ ഒരു ഇത് ഒരു 2D പ്ലെയിൻ ആണല്ലോ നമ്മുടെ സ്ക്രീൻ എന്നുള്ളത്. അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്ക്രീനിന്റെ വെളിയിലേക്ക് വരുവാണ്, ഇവിടെ നോക്കുവാണെങ്കിൽ സ്ക്രീനിന്റെ ഉള്ളിലേക്ക് പോകുവാണ്. ഇപ്പൊ സ്ക്രീനിന്റെ വെളിയിലേക്ക് വരുന്നതിന് നമ്മൾ ഇങ്ങനെയാണ്, അതായത് ഒരു ഡോട്ട് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സ്ക്രീനിന്റെ ഉള്ളിലേക്ക് പോകുന്നത് ഒരു ക്രോസ് വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. സാധാരണ ഒരു ആരോ കൺസിഡർ ചെയ്യുക. അപ്പോൾ ആരോ എന്ന് പറയുമ്പോൾ ഒരു 3D ആരോ ഇങ്ങനെ ആണെന്നിരിക്കട്ടെ. ഇവിടെ ഇവിടെ നോക്കാം, വരച്ച് നോക്കാൻ കിട്ടുമോന്ന്. ശരി, കിട്ടി. ഇങ്ങനെ ഒരു ആരോ ഉണ്ടെന്നിരിക്കട്ടെ. അപ്പൊ ഈ ആരോ വെളിയിലേക്കാണ് വരുന്നതെങ്കിൽ ഇങ്ങനെയല്ലേ കാണത്തുള്ളൂ, ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. ഇനി അത് ഉള്ളിലേക്കാണ് പോകുന്നതെങ്കിലോ അതിന്റെ പുറകു ഭാഗം ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. ഓക്കെ, ആ ഒരു രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പൊ വെളിയിലേക്ക് വരുന്നതിനെയൊക്കെ ഇത് ഔട്ട്വേർഡ് ആണെങ്കിൽ ഈ ഒരു നൊട്ടേഷൻ ആയിരിക്കും കൊടുക്കുന്നത്. ഇൻവേർഡ് ആണെങ്കിൽ ഈ ഒരു പ്ലസ് പോലത്തെ നൊട്ടേഷൻ ആയിരിക്കും കൊടുക്കുന്നത്. പ്ലസ് അല്ലെങ്കിൽ ക്രോസ് ആണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും അത് കൊടുക്കാം. അപ്പം ഡോട്ട് ആണെങ്കിൽ ഔട്ട്വേർഡ് ഡയറക്ഷൻ, ക്രോസ് ആണെങ്കിൽ ഇൻവേർഡ് ഡയറക്ഷൻ ആണ് നമ്മൾ കാണിക്കുന്നത്. അപ്പം ഈ ഒരു കേസിലെ കാര്യം മനസ്സിലായി കാണുമല്ലോ. ഇനി അടുത്തത് മാഗ്നറ്റിക് ഫീൽഡ്, ഒരു വയറ്. ഓക്കെ, താഴോട്ടാണ് ഇവിടുത്തെ കറന്റിന്റെ ഡയറക്ഷൻ. അപ്പം ഈ ഒരു റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെക്കുവാണെങ്കിൽ, നമ്മൾ റൈറ്റ് ഹാൻഡ് താഴോട്ടാണ് വെക്കുന്നതെങ്കിൽ നമ്മുടെ ഫിംഗേഴ്സ് ഏത് ഡയറക്ഷനിലോട്ടായിരിക്കും തിരിയുന്നത്? ഈ ഒരു ഡയറക്ഷനിലോട്ടായിരിക്കും തിരിയുന്നത് അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ കൈ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കുമല്ലോ നിൽക്കുന്നത്. കൈ ഈ ഒരു ഡയറക്ഷനിലായിരിക്കും വിരലുകൾ, ഈ ഒരു ഡയറക്ഷനിലായിരിക്കും വിരലുകൾ ചുരുണ്ട് വരുന്നത്. അപ്പോൾ ഇത് കറന്റിന്റെ ഡയറക്ഷൻ, കറന്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ആ നൊട്ടേഷൻ വെച്ചിട്ട് എങ്ങനെ പറയാം? ഉള്ളിലേക്കാണ് പോകുന്നത്, therefore ഇങ്ങനെ. ഇത് വെളിയിലേക്കാണ് വരുന്നത്, therefore ഇവിടെ ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഒരു വയറിലൂടെ കറന്റ് കടന്നു പോയി കഴിഞ്ഞാൽ അവിടെയുള്ള കറന്റിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂള് വെച്ചിട്ടാണ്. ഓക്കെ, മറക്കരുത്, റൈറ്റ് ഹാൻഡ് തമ്പ് റൂള് വെച്ചിട്ടാണ് ഇതെല്ലാം കണ്ടുപിടിക്കുന്നത്. അപ്പൊ തമ്പിന്റെ ഡയറക്ഷൻ എന്തിനെ സൂചിപ്പിക്കുന്നു? തമ്പിന്റെ ഡയറക്ഷൻ ഈ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക. തമ്പിന്റെ ഡയറക്ഷൻ കറന്റിനെയും അതേപോലെ ഫിംഗേഴ്സിന്റെ ആ ഒരു കേളിന്റെ ഡയറക്ഷൻ, കേളിംഗ് ഓഫ് ഫിംഗർ എന്നുള്ളത് മാഗ്നറ്റിക് ഫീൽഡ് ബിയെയും സൂചിപ്പിക്കുന്നു. ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് നമ്മൾ വീണ്ടും ബയോട്ട് സാവാർട്ടിലോ യൂസ് ചെയ്യാൻ പോവാണ്. പക്ഷേ ഇവിടെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള കേസ്. അപ്പൊ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞത് ഒരു വയർ സെഗ്മെന്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള വയറിന്റെ കാര്യം പറഞ്ഞു. അതേപോലെ അതിന്റെ ഒരു എൻഡിലെ കാര്യവും പറഞ്ഞു. ഇതെല്ലാം എന്തായിരുന്നു? ഈ പറഞ്ഞ കംപ്ലീറ്റ് കാര്യവും നമ്മൾ ഒരു സ്ട്രെയിറ്റ് വയറിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? സ്ട്രെയിറ്റിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി നമുക്ക് വളഞ്ഞ വയറുകളുടെ കാര്യം നോക്കാം. വളഞ്ഞ വയറുകളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പം എൻ്റെ കയ്യിലൊരു ഇങ്ങനെ ഒരു സെമി സർക്കുലർ വയർ ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ ഞാനിതിനെ സെഗ്മെന്റ് ഓഫ് എ വയർ എന്നാണ് വിളിക്കുന്നത്. സെഗ്മെന്റ് ഓഫ് സർക്കുലർ വയർ, ഒരു സർക്കുലർ വയറിന്റെ ഒരു സെഗ്മെന്റ് ആണ് എടുക്കുന്നത്. ശരി, അപ്പം ഈ ഒരു സെഗ്മെന്റ് മൂലം ഈ ഒരു പോയിന്റ് ബി അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് കാണേണ്ടത്. അപ്പം നോക്കുക, അവ തമ്മിലുള്ള ദൂരം ഇതാണ്, സ്മോൾ ആർ ആണ്.
അതായത് ആ സെഗ്മെന്റിന്റെ റേഡിയസ് പിന്നെ ഈ ഒരു ലൈൻ എലമെന്റ് ആണ് ഇവിടെ ഉള്ളത്, വയർ സെഗ്മെന്റ് ആണ് ഉള്ളത്, അതിന്റെ ലെങ്ത് DL ആണ്. അപ്പം ഇവിടുത്തെ ആക്ച്വലി ഇതിന്റെ ഡയറക്ഷൻ എന്നുള്ളത് മുകളിലോട്ടായിരിക്കുമല്ലോ, ടാൻജന്റ് വീണ്ടും പോയി ടാൻജന്റ് ആയിട്ടായിരിക്കും വരുന്നത് അല്ലേ. അപ്പം എപ്പോഴും തീറ്റ എന്നുള്ളത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പം സൈൻ 90 എന്നുള്ളത് എത്രയായിരിക്കും? 1 ആയിരിക്കും. കാരണം അത് ഞാൻ പറയാം. അതായത് dB ഈസ് ഈക്വൽ ടു μ0/4π ഇൻറ്റു IDL സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ എന്നാണല്ലോ ഇക്വേഷൻ. അപ്പം ഈ സൈൻ തീറ്റയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ വാല്യൂ എപ്പോഴും എത്രയായിരിക്കും? 1 ആയിരിക്കും ഈ ഒരു കേസിൽ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ചുരുക്കി അവസാനം ഇതിനെന്ത് വരുമെന്നുള്ളത് നോക്കാം. അപ്പോൾ dB ഈസ് ഈക്വൽ ടു μ0/4π ഇൻറ്റു IDL/r² എന്ന് എഴുതാം. അപ്പോൾ ഇവിടെയും വില്ലനായിട്ടുള്ളത് DL ആണ്. DL-നെ മാറ്റണം. നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, L ഈസ് ഈക്വൽ ടു ആർ തീറ്റ എന്നുള്ളൊരു ഇക്വേഷൻ. അപ്പം DL ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു ടി തീറ്റ എന്നായിരിക്കും വരുന്നത്. ഒരു കാര്യം കൂടി, ഇത് ഞാൻ തീറ്റ എന്ന് കൊടുക്കുന്നില്ല, പകരം പൈ എന്ന് കൊടുക്കുവാണേ. പൈ ആർ ഇൻറ്റു ഡി പൈ എന്ന് കൊടുക്കുവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ തീറ്റ എന്നുള്ളത് ഫിഗറുടെ തീറ്റ എന്നുള്ളത് ഇവിടുത്തെ ആംഗിൾ ആണ് അല്ലേ. അതായത് ആ ലൈൻ സെഗ്മെന്റും അതേപോലെ ഏതൊരു പോയിന്റിലെ ഫീൽഡാണോ കണ്ടുപിടിക്കേണ്ടത് ആ ഫീൽഡും ആ ഒരു ലൈൻ സെഗ്മെന്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു ലൈനിനിടയിലുള്ള ആ രണ്ട് ലൈനുകൾക്കിടയിലുള്ള ആംഗിൾ ആണ് എന്ത്? തീറ്റ എന്നുള്ളത്. ഇവിടെ ഞാൻ എടുക്കുന്ന ഈ ഫൈ എന്നുള്ളത് എന്താണ്? ആക്ച്വലി ഈ ബിയുടെ ചുറ്റുമുള്ള ആംഗിൾ ആണ് ഫൈ എന്നുള്ളത്. ഓക്കെ, അതിന്റെ ആ റൊട്ടേഷൻ ആണ് ഫൈ എന്ന് പറയുന്നത്. വേണമെങ്കിൽ ഒന്നുകൂടി, അതായത് ഇപ്പം ഇങ്ങനെയാണ് ഇവിടുത്തെ ലൈൻ സെഗ്മെന്റ് ആണ് എടുക്കുന്നതെങ്കിൽ ഇത്രയും ആ ആംഗിൾ ആണ് എന്ത്? ഫൈ എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഫൈ എന്ന ആംഗിൾ ഇവിടെ എടുത്തിരുന്നത്. ശരി, അപ്പോൾ DL-നെ റീപ്ലേസ് ചെയ്യാം. μ0/4π I ഇൻറ്റു ആർ ഇൻറ്റു d∅/r². ഇവിടെ ആറും r² ക്യാൻസലായി പോയി. പിന്നെ മിച്ചമുള്ളത് എന്താണ്? μ0I/4πr ഇൻറ്റു d∅. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് B കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. എവിടെ തൊട്ട് എവിടം വരെ? 0 തൊട്ട് 5 വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് കോൺസ്റ്റൻറ്റുകളൊക്കെ വെളിയിലേക്ക് എടുക്കാമായിരുന്നു. അതിനെ വെളിയിലോട്ട് എടുത്തേക്കാം. B is equal to μ0I/4πr ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് 0 തൊട്ട് 5 വരെ ഇൻറ്റു d∅. എന്ത് വരും? 5 തന്നെയാണ് വീണ്ടും വരുന്നത്. നമുക്ക് ചെയ്ത് നോക്കാം. അപ്പം B is equal to μ0I/4πr ഇൻറ്റു എന്ത് വന്നു? 5 എന്ന് വന്നു. ഓക്കെ, അതും അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻ. ഒരു സർക്കുലർ സെഗ്മെന്റ് ആണ് തരുന്നതെങ്കിൽ 5 എന്ന് വന്നു. μ0I/4πr ഇൻറ്റു 5 പുതിയൊരു എക്സ്പ്രഷൻ കിട്ടി. ഇനി ഇതിന്റെ കുറച്ച് സ്പെഷ്യൽ കേസുകൾ നമുക്ക് നോക്കാം. ഈ ഒരു എക്സ്പ്രഷൻ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് പറയാൻ പോകുന്ന കേസുകൾ ഹാഫ് സർക്കിൾ എടുക്കുമെന്നാണ്. ഹാഫ് സർക്കിൾ എടുത്തു കഴിയുമ്പോൾ ഫൈയുടെ വാല്യൂ എന്തായിരിക്കും വരിക? പൈ ആയിരിക്കും വരിക. ടോട്ടൽ 2π ആണ്, ദെർഫോർ പൈ ആയിരിക്കും വരുന്നത്. ദെർഫോർ ഫൈയുടെ വാല്യൂ ഇവിടെ എന്തായിരിക്കും? പൈ ആണ്. ദെർഫോർ B is equal to എങ്ങനെ എഴുതാം? μ0I/4πr ഇൻറ്റു പൈ എന്ന് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു μ0I/4r. ഇനി അതേപോലെ ഫുൾ സർക്കിൾ ആണെങ്കിൽ പൈയുടെ വാല്യൂ 2π ആയിരിക്കും വരുന്നത്. Therefore B is equal to μ0I/4πr ഇൻറ്റു 2π. എന്ത് വരും? μ0I/2r എന്നായിരിക്കും വരുന്നത്. ഈ എക്സ്പ്രഷൻസ് ഒക്കെ കാണാതെ പഠിച്ചു വെച്ചേക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഡിറൈവ് ചെയ്യുന്നത് ഫ്ലുവൻ്റ് ആക്കി വെച്ചേക്കുക. ഈ ഒരു എക്സ്പ്രഷൻ തന്നെ വേണമെങ്കിൽ എക്സാമിനെ ചോദിക്കാം. ഫുൾ സർക്കിളിൻ്റെ ഒരു ഇതേപോലെ ഞാൻ കാണിച്ചു തരാം. അതായത് ഒരു സർക്കിൾ വന്നിട്ട് ഇതിൻ്റെ നടുക്കുള്ള മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണെന്നുള്ളത്, ഇവിടെ I എന്ന കറണ്ടാണ് ഇവിടെ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നടുക്കുള്ള മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ്? എത്രയാണ്? μ0I/2r ആണ് മാഗ്നറ്റിക് ഫീൽഡ്. ഇനി ശരി,
അപ്പം ഈ ഒരു എക്സ്പ്രഷൻസ് ഒക്കെ ഓർത്ത് നോക്കിയാൽ ഇനി അടുത്ത ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ സർക്കുലർ കറന്റ്. ഇപ്പൊ നമ്മളൊക്കെ പറഞ്ഞിരുന്നത് ഒരു സ്ട്രെയിറ്റ് വയറിലൂടെയുള്ള അല്ലെ, ഒരു സ്ട്രെയിറ്റ് വയറിലൂടെയുള്ള കറന്റ് മൂലം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനെ പറ്റിയിട്ടാണ് പറഞ്ഞിരുന്നത്. ഇനിയും നമ്മൾ എടുക്കുന്ന പോർഷൻ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് തന്നെയാണ്. ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സർക്കുലർ കറന്റിന്റെ കാര്യമാണ്. സർക്കുലർ കറന്റ്, അതായത് ഒരു സർക്കുലർ സെഗ്മെന്റ് വയറിലൂടെ ഒരു സർക്കുലർ വയറിലൂടെയാണ് കറന്റ് കടന്നു പോകുന്നതെങ്കിൽ അവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷന്റെ കാര്യമാണ് ഇനി നമ്മൾ പറയുന്നത്. ശരി, അപ്പം ഓക്കെ, രണ്ട് സർക്കിള് ഞാൻ വരച്ചിട്ടുണ്ട്. ഈ ഒരെണ്ണത്തിലുള്ളത് ഇങ്ങനെയാണെന്നിരിക്കട്ടെ. അതായത് എന്താ, ക്ലോക്ക് വൈസ് ആണല്ലേ, ക്ലോക്ക് വൈസ്. അതേപോലെ ഇവിടെയാണെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ആണ്, ആന്റി ക്ലോക്ക് വൈസ്. ശരി, അപ്പോൾ നമ്മൾ ഒരു സർക്കുലർ ലൂപ്പിലോട്ട് നോക്കുവാണെന്നിരിക്കട്ടെ. ഇപ്പോൾ സോളിനോയിഡോ അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഒരു സർക്കുലർ ലൂപ്പിലോട്ട് നോക്കുവാണ്. ഇപ്പോൾ സോളിനോയിഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ പോവുകയാണല്ലോ. ഒരു സൈഡിലൂടെ നമ്മൾ നോക്കി കഴിയുമ്പോൾ അതിന്റെ ഡയറക്ഷൻ ഇങ്ങനെ ഒന്നുകിൽ ക്ലോക്ക് വൈസ് ആയിട്ട് പോവാം, അല്ല എങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് പോവാം. ഇപ്പോൾ ക്ലോക്ക് വൈസ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ എപ്പോഴും അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്, ഉള്ളിലേക്കായിരിക്കും പോകുന്നത്, ഇൻറ്റു ദ പ്ലെയിൻ ആയിരിക്കും. ഇനി ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ വെളിയിലേക്കായിരിക്കും. ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് എന്താ, ഈ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ചിട്ട് പറയാവുന്ന കാര്യമേ ഉള്ളൂ. ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുന്നത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ആണ്. അപ്പം ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പം ഈ ഒരു ചെറിയ സെഗ്മെന്റിൽ ഞാൻ പറയുന്നത് പോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഈ ഒരു ചെറിയ സെഗ്മെന്റിൽ നിങ്ങളുടെ ആ ഒരു റൈറ്റ് ഹാൻഡ് കൊണ്ട് വെച്ച് നോക്കുക. കറന്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, ഇങ്ങോട്ടാണ്. അപ്പോൾ തമ്പ് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഫിംഗേഴ്സ് എങ്ങോട്ടായിരിക്കും കേൾ ചെയ്യുന്നത്, ഇതിന്റെ വെളിയിലേക്കായിരിക്കും അല്ലേ വരുന്നത്. വെളിയിലോട്ട് വന്നിട്ട് അപ്പുറത്ത് ഉള്ളിലോട്ട് പോകും. അപ്പം 3D ആയിട്ട് കൊടുക്കുവാണെങ്കിൽ ഇങ്ങനെയാണ് ഇപ്പം ഫീൽഡെങ്കിൽ, ശരി, ഈ ഒരു രീതിയിലായിരിക്കും ഓസ്ട്രേലിയ ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും അത് പോകുന്നത് അല്ലേ, ഇങ്ങനെ ആയിരിക്കും ഇത് ഉള്ളിലേക്ക് തിരിഞ്ഞു പോയി. ഞാൻ വരച്ച തിരിച്ചാണ്, ഇങ്ങനെയല്ല. ഒരു സർക്കിൾ വരച്ചാൽ ഇതിപ്പോ മാഗ്നറ്റിക് ഫീൽഡാണ്, വെളിയിലേക്കാണ്, ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പൊ ആന്റി ക്ലോക്ക് വൈസ് കാര്യത്തിന് അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്തെടുക്കാമല്ലോ. അപ്പൊ ആന്റി ക്ലോക്ക് വൈസും ക്ലോക്ക് വൈസും, ക്ലോക്ക് ആണെങ്കിൽ എന്താണ് ഇൻറ്റു, ക്ലോക്ക് ആണെങ്കിൽ ഇൻറ്റു, ആന്റി ആണെങ്കിൽ ഔട്ട്, ആന്റി ഔട്ട് ക്ലോക്ക് ഇൻറ്റു. ആന്റി എപ്പോഴും വെളിയിലാണെന്ന് ഓർത്താൽ മതി, ആന്റി ഔട്ട്. ആന്റി ക്ലോക്ക് വൈസിലാണെങ്കിൽ ഔട്ട് സൈഡ് ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും അത് വരുന്നത്, പ്ലെയിനിന് വെളിയിലേക്കായിരിക്കും അത് എപ്പോഴും വരിക. ഇനി വേറൊരു കാര്യം കൂടി, അതായത് നമുക്ക് പ്രോബ്ലം ചെയ്യാനൊക്കെ ഉപകരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു വയറുണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ ഇങ്ങനെയാണ്, ഈ ഒരു ഡയറക്ഷനിലാണ് ഇതിന്റെ കറന്റ്. ശരി, അപ്പോൾ കറന്റ് ഇങ്ങനെ പോവാണ്. അപ്പം ഞാനിവിടെ ഇങ്ങനെ കറന്റിന്റെ ഡയറക്ഷൻ ആരോ വെച്ച് കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പം ഇങ്ങനെ ഞാൻ വരയ്ക്കുകയാണ്. ഓക്കെ, ശരി, ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഇതിന്റെ ഡയറക്ഷൻ മുകളിൽ വരച്ചതിൻ്റെത് ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ? ആന്റി ക്ലോക്ക് വൈസ് ആണ്. താഴത്തതോ ക്ലോക്ക് വൈസും ആണ്. അങ്ങനെയാണെങ്കിൽ ആന്റി ആണെങ്കിൽ വെളിയിലോട്ടാണല്ലേ, അതായത് ഇവിടെ ഒരു സർക്കുലർ ഗ്രൂപ്പ് ഉണ്ടായാൽ ഇതിന് മുകളിൽ ഉണ്ടാവുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് വെളിയിലേക്കായിരിക്കും, താഴെയാണെങ്കിലോ അത് ഉള്ളിലേക്കായിരിക്കും. ആ ഒരു കാര്യം കൂടി ഓർത്ത് നോക്കിയാൽ പ്രോബ്ലം ചെയ്യാൻ ഇത് ഒത്തിരി 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 യൂസ്ഫുൾ ആവും. അപ്പൊ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. അപ്പൊ ഒന്നാമത്തെ പ്രോബ്ലം ഞാൻ എടുക്കുന്നത് ഇങ്ങനത്തെ ഒരു വയറാണ്. കറണ്ട് ഇങ്ങനെ വന്ന് ഇതിലെ കൂടി കയറി ഇങ്ങനെ പോവാണ്. ശരി, ഇതിന്റെ ഇവിടെയുള്ള ഈ ഒരു പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിന്റെ റേഡിയസ് സ്മോൾ r ആണ്. ഇപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ്
ഇവിടത്തെ കണ്ടുപിടിക്കണം. അപ്പം ഇതിനെ എന്ത് ചെയ്യാം, 3 സെഗ്മെന്റുകളായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ചെയ്യുന്നത് നോക്കിക്കോ. ആദ്യത്തെ ഇതിന് ഫസ്റ്റ് സെഗ്മെന്റ്, പിന്നെ ഈ സെമി സർക്കിളിന് സെക്കൻഡ് സെഗ്മെന്റ്, പിന്നെ ഇപ്പുറത്തോട്ടുള്ളതിന് തേർഡ് സെഗ്മെന്റുമായിട്ട് എടുക്കുവാണ്. അപ്പോൾ ബി എന്ന ആ പോയിന്റിൽ ഈ 1, 2, 3 എന്നീ 3 സെഗ്മെന്റുകൾ മൂലം ഉണ്ടാവുന്ന ഇൻഡിവിജ്വൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിച്ചതിന് ശേഷം അതിന്റെ സമ്മ് കാണുന്നു. അപ്പോൾ എന്ത് കിട്ടും, ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. ആ ഒരു രീതിയാണ് ഇവിടെ ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ B1 അതേപോലെ B2 അതേപോലെ B3 ഈ 3 മാഗ്നറ്റിക് ഫീൽഡാണ് കണ്ടുപിടിക്കുന്നത്. B1ന്റെ വാല്യൂ 0 ആണ് വരുന്നത്. എന്താണ് കാരണം എന്ന് വെച്ചാൽ നോക്കിക്കോ, ഒരു വയറ്, അപ്പോൾ അതിന് മുകളിലോ താഴെയോ സൈഡിലോ എവിടെയെങ്കിലും ആണ് ബി എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതിൻ്റെ ഫോർമുല നമുക്കുണ്ട്. പക്ഷേ ഈ ഒരു വയറിൻ്റെ ആക്സിസിൽ തന്നെയാണ് ബി കിടക്കുന്നതെങ്കിൽ ആ ഒരു പോയിന്റും ഈ ലൈൻ സെഗ്മെന്റും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്, തീറ്റയുടെ വാല്യൂ എത്രയാണ്, 0 ഡിഗ്രിയാണ്. അപ്പോൾ സൈൻ 0 എത്ര വരും, 0 ആണ് വരുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത്, കാരണം ബയോട്ട് സവാളിൽ എന്താണ്, ഡി ബി ഈസ് ഈക്വൽ ടു ഐ ഡി എൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ എന്നാണ്. അപ്പോൾ സൈൻ തീറ്റയുടെ വാല്യൂ 0 ആയി പോയതിനാൽ ഡി ബിയുടെ വാല്യൂ 0 ആണല്ലോ. അപ്പം ഈ B1ന്റെ വാല്യൂ 0 ആണ്, B3യുടെ വാല്യൂ 0 ആയിരിക്കും, B2 മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇതെന്താണ്, ഒരു സെമി സർക്കിൾ ആണല്ലോ. സെമി സർക്കിൾ ആണെങ്കിൽ അവിടെ വരുന്ന കാര്യം എങ്ങനെയാണ്, ബിയുടെ വാല്യൂ എത്ര, μ0 I ബൈ 4π r ഇൻറ്റു ഇവിടുത്തെ സെമി സർക്കിൾ കാരണം പൈ വരും, വിച്ച് ഈസ് ഈക്വൽ ടു μ0 I ബൈ 4r. ഇതാണ് ഇവിടുത്തെ ഇക്വേഷൻ. മാത്രമല്ല ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും, ഉള്ളിലേക്കായിരിക്കുമോ വെളിയിലേക്കായിരിക്കുമോ, അതും കൂടി നമ്മൾ ചിലപ്പം ഡയറക്ഷനും കൂടി ചോദിക്കും പരീക്ഷയ്ക്ക്. ചിലപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ തന്നെ μ0 I ബൈ 4r പിന്നെ ഔട്ട്വേർഡ്സ് പിന്നെ ഇൻവേർഡ്സ് എന്നും കാണും. അപ്പം ഇത് വെളിയിലേക്കാണോ ഉള്ളിലേക്കാണോ എന്നുള്ളത് നോക്കണം. അപ്പോൾ നോക്കുക, ഇവിടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആണ്. ക്ലോക്ക് ആണെങ്കിൽ ഇൻറ്റു ആണ് അല്ലേ, ഉള്ളിലേക്കാണ്. ദെർഫോർ അതും കൂടി ഉള്ളിലേക്കാണ് ഫീൽഡ് പോകുന്നത്. ശരി, പ്രോബ്ലം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് നോക്കാം, വേറൊരു പ്രോബ്ലം കൂടി നോക്കാം. അപ്പോൾ രണ്ടാമത്തെ ഒരു പ്രോബ്ലം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫിഗറാണ്, ഇങ്ങനെയുള്ളൊരു കേസാണ്. ശരി, അപ്പോൾ കറണ്ട് മുകളിലൂടെ ഇങ്ങനെ വന്നിട്ട് ഇതിലെ കൂടി ഇങ്ങനെ ഇറങ്ങി ഇതിലെ കൂടി പോകുന്നു, ഐ എന്ന കറണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് റേഡിയസ് സ്മോൾ r ആണ്. ശരി, അപ്പോൾ ഇതിനെയും നേരത്തെ പറഞ്ഞ പോലെ 3 സെഗ്മെന്റുകളായിട്ട് ഡിവൈഡ് ചെയ്യാണ്. 1 അതേപോലെ 2 അതേപോലെ 3. ഈ 3 സെഗ്മെന്റുകൾ മൂലം ബി എന്ന ആ ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിച്ചിട്ട് അവസാനം അതിൻ്റെ സമ്മ കണ്ടുപിടിക്കുന്നു. അപ്പോൾ നോക്കാം, ഇവിടെ ഒന്നും 0 ആയി പോകത്തില്ല. കാരണം ഇപ്പം ഒന്നാമത്തെ B1 കണ്ടുപിടിക്കാൻ നോക്കാം നമുക്ക്. B1 കണ്ടുപിടിക്കുമ്പോൾ നോക്കിക്കേ, മറ്റേ ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള ഇത് അപ്പുറത്തോട്ട് ഇൻഫിനിറ്റിയിലോട്ട് പോയേക്കുവാണേ വയർ. അപ്പോൾ ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു കേസാണ്, ഒരു അറ്റ് വൺ എൻഡ്. അപ്പോൾ B1 എന്നുള്ളത് എന്ത് എഴുതാം, μ0 I ബൈ 4πr. ഇതാണല്ലോ ആ കേസ്. 4πr എങ്ങോട്ടാണ്, വെളിയിലേക്കാണ് അല്ലേ. നോക്കുക ഇവിടുത്തെ നോക്കിക്കോ, B1 അതായത് ഈ 1 എന്നുള്ള ആ മുകളിലത്തെ വയർ മൂലം ബിയിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നേരത്തെ ഞാനൊരു സാധനം കാണിച്ചു തന്നില്ലായിരുന്നോ, ദേ ഈ ഒരു ഫിഗർ. അപ്പം ഇതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം അത് വെച്ച് നോക്കുവാണെങ്കിൽ ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് അല്ലേ, ഇവിടെയാണ് ബി കിടക്കുന്നത്. അപ്പം ഈ ഡയറക്ഷൻ എന്നുള്ളത് ക്ലോക്ക് വൈസ് ആണ്. ക്ലോക്ക് ആണെങ്കിൽ ഉള്ളിലേക്കാണ് വരുന്നത്. ദെർഫോർ ഇവിടെ എന്ത് വരും, ഉള്ളിലേക്ക്. ഓക്കെ, ഇനി അടുത്തത് B2ന്റെ വാല്യൂ എന്താണെന്നുള്ളത് നോക്കാം. B2 എന്നുള്ളതൊരു സെമി സർക്കിൾ ആണ്. സെമി സർക്കിൾ ആണെങ്കിൽ നേരത്തെ തൊട്ട് മുന്നേ നമ്മൾ അതിൻ്റെ എക്സ്പ്രഷൻ എഴുതിയിരുന്നു. എന്തായിരുന്നു, μ0 I ബൈ 4πr ഇൻറ്റു പൈ വിച്ച് ഈസ് ഈക്വൽ ടു μ0 I ബൈ 4r. ഇനി അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, ഉള്ളിലേക്കാണോ വെളിയിലേക്കാണോ. ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് അല്ലേ. ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ വെളിയിലേക്കാണ്. ഓക്കെ, ആൻറ്റി വെളിയിലേക്ക്. ഇനി അതേപോലെ B3യുടെ വാല്യൂ എന്താണെന്ന് കൂടി നോക്കാം. B3 അതായത് ഈ മൂന്നാമത്തെ കേസ് നോക്കുമ്പോൾ ഇവിടെ
മുകളിലായിട്ടാണ് ഫീൽഡ് വരുന്നത്. അപ്പം അതിന്റെ എക്സ്പ്രഷൻ μ0I/4πr തന്നെയാണ്. ഡയറക്ഷൻ നോക്കുമ്പോൾ നോക്കിക്കേ, എങ്ങോട്ടാണ് ഇത് പോകുന്നത്? ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ? ക്ലോക്ക് വൈസ് ആണ്. ദെർഫോർ അതും ഇൻറ്റു ആണ്. അപ്പോൾ ഞാനിവിടെ ചുമ്മാ ഓരോന്നിനും ഓരോ സൈൻ അസൈൻ ചെയ്യുവാണ്. ഇപ്പം ഇൻറ്റുവിന് ഞാൻ പോസിറ്റീവ് സൈൻ അസൈൻ ചെയ്യുവാന്നിരിക്കട്ടെ, ഔട്ട്വേർഡിന് നെഗറ്റീവ് സൈനും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ബി എങ്ങനെ എഴുതാം? B1 മൈനസ് B2 പ്ലസ് B3 എന്ന് എഴുതാനായിട്ട് പറ്റും അല്ലേ? അപ്പോൾ അങ്ങനെ ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് എഴുതാനും പറ്റും. വിച്ച് ഈസ് ഈക്വൽ ടു μ0I/, ഞാൻ ഈ 4πr എന്നുള്ളത് കോമൺ ആയിട്ട് എടുക്കുവാണ്. അപ്പം ഇവിടെ ഒരു പൈ ഇവിടെ താഴെ ഇട്ടേക്കാം. കോമൺ ആയിട്ട് വെളിയിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു 1 മൈനസ് പൈ പ്ലസ് 1 എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു μ0I/4πr ഇൻറ്റു 2 മൈനസ് പൈ. ചിലപ്പോൾ ഈ രീതിയിലായിരിക്കും ഫൈനൽ ആൻസർ ഉണ്ടാവുക. അപ്പം നമ്മൾ ആ രീതിയിൽ മാറ്റിയെടുക്കണം. ചിലപ്പം അവർ ചെയ്യുക, ഇവിടെ ഇപ്പം ഞാൻ പോസിറ്റീവ് എന്ന് പറഞ്ഞുവല്ലോ, ഇത് പോസിറ്റീവ് എന്ന് പറഞ്ഞു, ചിലപ്പോൾ അവർ നെഗറ്റീവ് ഇട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പം ഫൈനൽ ആൻസർ എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് അതിലേക്ക് എന്ത് ചെയ്യണം? നമ്മൾ അതിനെ കൊണ്ട് എത്തിക്കണം. ഇനി ഞാൻ നിങ്ങൾക്ക് ചെയ്യാനുള്ളൊരു വർക്ക് തരാം, വേറെ കുറച്ച് പ്രോബ്ലംസ് തരാം, ചെയ്യാൻ ശ്രമിക്കുക ഇതൊന്ന്. ഓ വയറിങ്ങനെ ശരി, ഇവിടെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൻ്റെ റേഡിയസ് r ആണ്. ശരി, ഇങ്ങനെയാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ I. അപ്പോൾ ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണെന്നുള്ളതൊന്ന് കണ്ടുപിടിച്ച് നോക്കുക. ഇതിൻ്റെ വരുന്നത് ഫൈനൽ ഇക്വേഷൻ ഞാൻ പറഞ്ഞുതരാം. B വരുന്നത് B ഈസ് ഈക്വൽ ടു μ0I/4πr ഇൻറ്റു 2 പ്ലസ് പൈ. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഇത് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അതേപോലെ വേറൊരെണ്ണം കൂടി തരാം. ശരി, മുകളിൽ നിന്ന് ഒരെണ്ണം കൂടി താഴോട്ട് വരും. I, ഇവിടെയാണ് ഫീൽഡ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആറാണ്. ഇതൊരു സർക്കിൾ ആണ് കേട്ടോ. ഓവൽ ഷേപ്പ് ഞാൻ വരച്ചപ്പോൾ അങ്ങനെ പോയതാണ്. സർക്കിളാണിത്. I. ഇതിൻ്റെ എക്സ്പ്രഷൻ B ഈസ് ഈക്വൽ ടു μ0I/4πr ഇൻറ്റു പൈ പ്ലസ് 1 ആണ്. കിട്ടുമെന്ന് നോക്കുക ചെയ്ത്. ഓക്കെ, അപ്പോൾ ഇത് ഹോംവർക്കായിട്ട് നിങ്ങളൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. ശരി, താങ്ക് യു.